ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യാപാര ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെയാണ് റിപ്പോർട്ടുകൾ എടുക്കുന്നതിനെ കുറിച്ചാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് 7 ദിവസത്തെ ട്രയൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് വ്യാപാര ആപ്ലിക്കേഷൻ്റെ ഡാഷ്ബോർഡ്. ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ടാബിൽ കാണാൻ സാധിക്കും റിപ്പോർട്ട് എന്നൊരു മെനു. ഈ റിപ്പോർട്ട് എന്ന മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യാപാര ആപ്ലിക്കേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെയിൽസിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഇവിടെ പർച്ചേസ്, ഡേ ബുക്കിന് ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കിട്ടും. ആ ട്രാൻസാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻ കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിൽ വൈസ് ഡീറ്റെയിൽസ്, എല്ലാ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിന് ഏത് റിപ്പോർട്ടാണ് വേണ്ടത്, സ്റ്റോക്ക് സമ്മറി ആണെങ്കിൽ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പ്രിന്റ് എടുക്കാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. എക്സ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ. പ്രിന്റ് ആണെങ്കിൽ പ്രിന്റ് എന്ന ഓപ്ഷൻ. ഓക്കെ, ഷോ ഐറ്റം ഇൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം കാണിക്കും. ഇത് ടിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ നെഗറ്റീവ് നമ്മുടെ കയ്യിലില്ലാത്ത ഐറ്റംസും ഇവിടെ സാധിക്കും. അത് ഐറ്റത്തിന്റെ പേരുണ്ട്, പക്ഷെ നമ്മളതിൽ സ്റ്റോക്ക് ഇല്ല, നിങ്ങൾ കാണിക്കും. ഓക്കെ, ഡേറ്റ് വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. കാറ്റഗറി വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അങ്ങനെ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും, ഡേറ്റ് വൈസും കാറ്റഗറി വൈസും. ഓക്കെ, ഇതിനുശേഷം സീരിയൽ നമ്പർ വൈസ് റിപ്പോർട്ട്, ബാച്ച് റിപ്പോർട്ട്, ഇങ്ങനെ എല്ലാ ഒരുവിധം നമുക്ക് ബേസിക് കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ റിപ്പോർട്ടും ഇവിടെ ഉണ്ട്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ടാക്സ് റിപ്പോർട്ട് ഉണ്ട്. ടാക്സ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് ടാക്സ് എത്രയാണ്, അതിൽ പർച്ചേസിൽ എത്രയാണ്, എക്സ്പെൻസ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെയിൽസ് ഓർഡർ ഐറ്റം, എല്ലാ രീതിയിലുള്ള ബേസിക് റിപ്പോർട്ടുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് റിപ്പോർട്ട് എന്ന മെനുവിൽ എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും.